സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജാക്ക് റോത്ത്മാൻ്റെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലെ അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 1960 ജാക്ക് റോത്ത്മാൻ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ അപ്രോച്ചസ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 അപ്രോച്ചസാണ് ഉള്ളത്. അത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം പല എക്സാമുകളിലും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഷോർട്ട് ഫോം ആക്കിയിട്ട് LSS എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ L സ്റ്റാൻഡ്സ് ഫോർ ലൊക്കാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. രണ്ടാമത്തെ S എന്ന് പറയുന്നത് സോഷ്യൽ പ്ലാനിംഗ് മോഡലാണ്. മൂന്നാമത്തെ സോഷ്യൽ ആക്ഷൻ മോഡൽ. അപ്പോൾ ഈ ഒന്നാമത്തെ ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നതിലെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു ഗ്രൂപ്പ് കൊഹഷൻ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലൊക്കാലിറ്റിയിലാണ്, അത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ ഒരു പ്രവർത്തനമാണ് ഈ ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്ന് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലോട്ട് വരുമ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് വേണം, ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം, അവർ തമ്മിലൊരു ഗ്രൂപ്പ് കൊഹഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നതാണ് സോഷ്യൽ പ്ലാനിംഗ് മോഡൽ. അപ്പോൾ ആ ഒരു ടേമിൽ തന്നെയുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിലെ നീഡിനെ നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അത് അവിടുത്തെ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ മോഡലായിട്ടുള്ള സോഷ്യൽ പ്ലാനിംഗ് മോഡൽ എന്താണ് നടക്കുന്നത്, നമ്മൾ അവിടെ ഒരു നീഡ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കിടയിൽ തന്നെ പല രീതിയിലെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ആ ഒരു നീഡ് അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്നു. അങ്ങനെ അവിടുത്തെ നീഡ് നമ്മൾ മനസ്സിലാക്കുന്നു, പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതൊരു പക്ഷേ ഒരു പ്രോബ്ലം ആയിരിക്കാം. ആ പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഈ രണ്ടാമത്തെ മോഡലായിട്ടുള്ള സോഷ്യൽ പ്ലാനിംഗ് മോഡൽ നടക്കുന്നത്. ഇനി ലാസ്റ്റത്തെ മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഏതാണ്, സോഷ്യൽ ആക്ഷൻ മോഡലാണ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി നല്ല ഗ്രൂപ്പ് കൊഹഷനുള്ള നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അവരുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ആ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ആ ഒരു മോഡലിനെയാണ്, മൂന്നാമത്തെ ആ ഒരു തലത്തിനെയാണ് നമ്മൾ സോഷ്യൽ ആക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു, സമൂഹം മുന്നോട്ട് ഇറങ്ങുന്നു, അതിന് വേണ്ട പല ആക്ടിവിറ്റി